ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഋതുസ് വേൾഡ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഉണ്ടല്ലോ, ഇത് ഞാൻ എൻ്റെ അടുക്കളത്തോട്ടത്തിൽ വളർത്തിക്കൊണ്ടിരുന്നൊരു വഴുതന ചെടിയാണ്. മഴയായത് കാരണം കുറച്ച് ദിവസത്തേക്ക് നമുക്ക് പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റിയിട്ടില്ല. അതാണ്ട് അന്നേരത്തേക്ക് അതിൻ്റെ കോലം കണ്ടു. അതാണ്ട് അതിൻ്റെ ഇലകളെല്ലാം അതാണ്ട് തിന്ന് നശിപ്പിച്ച് കണ്ടോ, നോക്കിക്കേ. ഇത് പൂവൊക്കെ ഇട്ട് തുടങ്ങിയതാണ്. ഏതാണ്ട് ഇവിടോട്ട് നോക്കി പൂക്കളൊക്കെ ആയി വരുന്നുണ്ട്. പക്ഷെ കണ്ടോ, കീടങ്ങളുടെ ആക്രമണം കൊണ്ടാണ്. അതാണ്ട് ആദ്യത്തെ ആളിത് നമ്മുടെ തൊട്ട് മുമ്പിൽ തന്നെ ഇരിപ്പുണ്ട് കണ്ടോ, മത്തങ്ങ വെണ്ടാണ്. ഇതാണ് ഇതിൻ്റെ ഇലകളെല്ലാം ഇങ്ങനെ കടിച്ച് പറിച്ച് വെച്ചേക്കുന്ന പോലെ വെച്ചേക്കുന്ന കേട്ടോ. പിന്നെ വേറെ ആൾക്കാരുണ്ട് കേട്ടോ, എല്ലാവരും ഞാനിന്ന് കാണിച്ചു തരാവേ. ഇത് അടുത്തൊരാൾ ഇതാണ്ട് എഴഞ്ഞു പോകുന്ന കണ്ടോ, ഒരു ഉറുമ്പ്. ഈ ഉറുമ്പും ഉണ്ടല്ലോ, ഉറുമ്പാണ് ഏറ്റവും വലിയ അപകടകാരി. ഇയാൾ പോയിട്ട് മുഞ്ഞയെ കൊണ്ടുവരുവേ. മുഞ്ഞയെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ, മുഞ്ഞ ഈ കയറി കഴിയുമ്പോഴത്തേക്കിനുണ്ടല്ലോ കൂട്ടമായിട്ട് പിന്നെ ഉറുമ്പുകൾ വരുവേ. പിന്നെ വേണ്ട വേറൊരാൾ നമ്മുടെ ചെടിയിലിരിക്കുന്നുണ്ടോ, നോക്കിക്കേ. നല്ല ഭംഗിയുള്ള ഒരു ചെലന്തി. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇങ്ങനത്തെ ചെലന്തികളെ? നോക്കിക്കേ, നല്ല ഭംഗിയുണ്ട്, നല്ലൊരു കളറ് കണ്ടോ. ഓടുന്നുണ്ടോ. ഇതിന് മുമ്പലത്തെ ഒരു വീഡിയോയിൽ ഞാനിത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതേണ്ട ഈ പ്യൂപ്പ പോലെ ഇരിക്കുന്ന സാധനത്തെ നിങ്ങളെ കണ്ടോ. ഈ പ്യൂപ്പ പോലെ ഇരിക്കുന്ന സാധനം വിരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിന് എങ്ങനെയാണെന്ന് അന്ന് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. കണ്ടോ, നിറച്ച് ഉറുമ്പുകളും ഉണ്ടേ. ഞാൻ കാണിച്ചു തരാവേ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അതാണ്ടേ നോക്കിക്കേ, ഇത് കണ്ടോ. ആ പ്യൂപ്പ വിരിഞ്ഞ് കഴിയുമ്പോൾ ഉള്ള പുഴുക്കളാണ് ഇത്. കണ്ടോ, ഇതേ കണ്ടോ. ഈ ഇലയ്ക്കകത്താണ് ഇതുങ്ങൾ കയറിയിരിക്കുന്നത്. ഇലയുടെ അകത്ത് ഉൾവശത്ത് കയറി ഇരുന്നിട്ടുണ്ടല്ലോ, ഈ ഇലകളെല്ലാം നിമിഷ നേരം കണ്ടോ, നിമിഷ നേരം കൊണ്ടാണ് ഇത് തിന്ന് തീർക്കുന്നത്. ഇതിന് ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് പറയുമ്പോഴത്തേക്കിനുണ്ടല്ലോ, എന്നും രാവിലെ നമ്മൾ എണീക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ആദ്യം നമ്മുടെ ചെടികളെ എല്ലാം നല്ലതായിട്ടൊന്ന് നോക്കിയിട്ട് ഇങ്ങനെയൊക്കെ ഉള്ളതുങ്ങളെയൊക്കെ ഉണ്ടല്ലോ അന്നേരം തന്നെ നശിപ്പിച്ച് കളയാന്നുണ്ടെങ്കിലുണ്ടല്ലോ കൂടുതൽ ഈ പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ പറ്റുവേ. നമ്മൾ ശ്രദ്ധിക്കാതിരുന്ന് കഴിഞ്ഞാലുണ്ടല്ലോ, ഇതിങ്ങനെ ഒരില നിമിഷ നേരങ്ങൾ കൊണ്ട് ഇതുങ്ങൾ ഒരാളല്ല ഒരുപാട് പേരുണ്ട്. കണ്ടോ, ഇവിടെ ഒക്കെ ഇരിപ്പുണ്ട് കണ്ടോ, നോക്കിക്കേ. ഇതേ കണ്ടോ, ഇതിങ്ങനെ ഇലയിലുണ്ടല്ലോ, അതുകൊണ്ട് ചാടി പോകുന്നുണ്ടോ. കണ്ടോ, ഇതിങ്ങനെ ഇലകളിലൊക്കെ ഇങ്ങനെ കയറി ഇരുന്നിട്ടുണ്ടല്ലോ, ഒരില രണ്ടില ഇങ്ങനെ മൊത്തം ഇലകളും ഉണ്ടല്ലോ ഇതുങ്ങളങ്ങ് തിന്ന് നശിപ്പിക്കുക. ഈ മണ്ട ഇല വരെ ഇതുങ്ങളങ്ങ് ഇതുപോലെ അങ്ങ് ഇത് കണ്ടോ, നോക്കിക്കേ. ഇങ്ങനെ നോക്കുമ്പോഴത്തേനുണ്ടല്ലോ നല്ല പടം വരച്ച പോലെ ഇരിക്കും ഇതുങ്ങൾ വരച്ച് വെച്ചേക്കുന്നത്. ഇങ്ങനെ വരച്ച് എല്ലാ ഇലകളും ഇതങ്ങ് അരിപ്പ പോലെ അങ്ങ് തിന്ന് തീർക്കും. അതിന് ഏറ്റവും നല്ല ഒരു മരുന്നെന്ന് പറയുന്നുണ്ടല്ലോ, നമ്മുടെ വെളുത്തുള്ളിയും പിന്നെ നമ്മുടെ ലിക്വിഡ് സോപ്പും എല്ലാം കൂടി ഉള്ള ഒരു വളം. ഇതിനു മുമ്പ് ഞാൻ ഒരു കീടനാശിനി നിങ്ങളെ ചെയ്ത് കാണിച്ചായിരുന്നേ. അത് അടിക്കുന്നതായിരിക്കും ഏറ്റവും ഫലവത്തെ. ഞാനിത് അങ്ങനെ അടിച്ചതിന് ശേഷം കുറേ നാളത്തേക്ക് ഇതുങ്ങളെ കാണാനില്ലായിരുന്നു കേട്ടോ. പിന്നെയും മഴയായത് കാരണം അതുങ്ങൾ പിന്നെയും വന്നിട്ടുള്ളതാണേ. ഇനി നമുക്കിതിന് ചെയ്യാമെന്ന് പറഞ്ഞാൽ കുറച്ച് ഉള്ളിത്തൊലിയൊക്കെ ഇരിപ്പുണ്ടേ. അപ്പം ലിക്വിഡ് വളങ്ങൾ ഈ മഴക്കാല സമയത്ത് നമ്മൾ കൊടുക്കാതിരിക്കുന്നത് നല്ലത്. കാരണം മഴ പെയ്ത് കഴിയുമ്പോൾ ഇത് ഒഴുകിപ്പോവേ. കുറച്ച് ഉള്ളിത്തൊലിയും നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടിയ കുറച്ച് കിഴങ്ങിൻ്റെ തൊലിയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം നമുക്കത് ആദ്യം ഒന്ന് ഇതിൻ്റെ ചുവട്ടിലോട്ട് ഇട്ട് കൊടുക്കാവേ. പൂക്കളൊക്കെ ആയി തുടങ്ങിയില്ലേ, ഇനി നല്ലതായിട്ട് വളം ചെയ്താലേ നല്ലതായിട്ട് നമുക്ക് വിളവ് ലഭിക്കത്തുള്ളൂ കേട്ടോ. ദാണ്ട ഞാൻ ഉള്ളിത്തൊലിയൊക്കെ ഇതിൻ്റെ ചുവട്ടിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മണ്ണും കൂടി ഇടണേ. പിന്നെ ഉണ്ടെങ്കിലുണ്ടല്ലോ, ഈ താഴോട്ട് നിൽക്കുന്ന ഇതുപോലത്തെ പഴകിയ ഇലകളൊക്കെ ഉണ്ടല്ലോ, മണ്ണിൽ മുട്ടി നിൽക്കാനുള്ള ഇലകളൊക്കെ ഉണ്ടല്ലോ, അത് അന്നേരം അങ്ങ് കട്ട് ചെയ്ത് വിടണേ. ഇല്ലെങ്കിലുണ്ടല്ലോ പെട്ടെന്ന് ഇതുങ്ങൾക്ക് അസുഖങ്ങളൊക്കെ വരും കേട്ടോ. മണ്ണിൽ മുട്ടി നിന്നാൽ പലതരം അസുഖങ്ങൾ വരും, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നമുക്കാണെങ്കിൽ ഉണ്ടല്ലോ, ഇനി വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ഉണ്ടല്ലോ ഇവർക്ക് അടിച്ചു കൊടുക്കാമെങ്കിൽ ഈ ഉറുമ്പുകളും പോകും, മുഞ്ഞയും പോകും, ഈ ഇലയിലിരിക്കുന്ന പുഴുക്കളെല്ലാം ചത്തുപോകും കേട്ടോ. ഈ മഴ സമയത്ത് ഏറ്റവും കൂടുതൽ രോഗങ്ങൾ ഇതുങ്ങൾക്ക് കണ്ടുവരുന്നത്. അപ്പം നമുക്കിനി കുറച്ച് മണ്ണൂടി ഇട്ട് കൊടുക്കാവേ. നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. മണ്ണിട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഈ താഴോട്ട് കിടന്ന ഈ അഴുക്ക് പിടിച്ച ഇലകളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിനുണ്ടല്ലോ മരുന്നടിച്ചു കൊടുക്കണം. വേപ്പെണ്ണ വെളുത്തുള്ളി കാന്താരിയൊക്കെ ചേർന്നൊരു മിശ്രിതം ഞാനന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നായിരുന്നേ. അതാണ് നമ്മളിതിനടിച്ചു കൊടുക്കുന്നത്. ഇതിനടിച്ചു കൊടുക്കുകയാണെങ്കിലുണ്ടല്ലോ ഈ ഇരിക്കുന്ന ഉറുമ്പുകളും പുഴുക്കളും എല്ലാം ചത്തുപൊക്കോളും കേട്ടോ. അന്നേരം നമ്മുടെ ചെടി പെട്ടെന്ന് റിക്കവറായി വരുവേ. വേറെയുള്ള പ്രശ്നങ്ങളൊന്നും ഇതിനില്ലല്ലോ. ഈ പുഴുക്കളുടെയും ഇതിൻ്റെയൊക്കെ ആക്രമണം കൊണ്ട് എങ്ങനെ ആയിപ്പോയത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിലുണ്ടല്ലോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കൃഷിയെ സ്നേഹിക്കുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ അവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാവേ.